ഇന്ന് നമ്മൾ ഇതുപോലെ ക്യൂട്ട് ആൻഡ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പെൻ ഹോൾഡറാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ഇതെൻ്റെ അനിയനാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അവനായിരിക്കും ഇന്ന് നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണിത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം സംഭവം കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇനി അഥവാ ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാൻ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ 6 എണ്ണമാണുള്ളത്. കണ്ടില്ലേ, ഇതിൻ്റെ നടുക്ക് ഇതുപോലെ വേറെ കളേഴ്സൊക്കെ വരുന്നുണ്ട്. അതൊന്നും പശ തേച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്നതല്ല. സിമ്പിളായിട്ട് നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഇന്ന് പറഞ്ഞു തരും. ഇതുപോലെ വെച്ചിരുന്നാൽ ഇതിനകത്ത് നമുക്ക് എല്ലാം പറക്കി ഇടുകയും ചെയ്യാം. നല്ല കട്ടിയൊക്കെ ഉള്ളതാണ്, കാണാനും ഭംഗിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അവൻ നിങ്ങൾക്ക് ഇതെല്ലാം സെറ്റായിട്ട് ചെയ്തെടുക്കുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇവിടെ ഒരു കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ 4 സൈഡ് ഈക്വൽ ആക്കി എടുക്കണം. ഇപ്പോൾ ഈ 4 സൈഡ് ഈക്വൽ അല്ല. അത് നമ്മൾ ഈ ഒരു എൻഡ് ഇങ്ങോട്ടാക്കി ഫോൾഡ് ചെയ്ത് കറക്റ്റ് ഈ ലൈന് വരണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കും. എന്നിട്ട് ഒരു സ്കെയിലോ കത്രികയോ എന്താണെങ്കിലും എടുക്കാം. ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. എൻ്റെ ഒരു രീതി സ്കെയിൽ ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഒരു ബെറ്റർ. എന്നിട്ട് ഈ രണ്ട് എൻഡുമായിട്ടൊന്ന് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ട് ഇവിടെ ആയിട്ടൊരു ഇങ്ങനെ ഒന്ന് കൊടുക്കണം. അതാകുമ്പോൾ അപ്പുറത്ത് നമുക്ക് ഇതിൻ്റെ ഒരു ലൈൻ കിട്ടും. അന്നേരം നമ്മൾ ഇത് തുറക്കാൻ നേരത്തെ ഈ ലൈൻ കണ്ടോ, ഇവിടുന്ന് ഈ രണ്ട് എൻഡ് മുട്ടിക്കണം. അന്നേരം നമുക്ക് 4 ഈക്വൽ പാർട്സ് ആക്കി എടുക്കണം. ഈ സൈഡ് ഇതുപോലെ ഇരുന്നൂട്ടി ഈ സൈഡും ചെയ്യണം. ഇപ്പോൾ വേണ്ട ചെയ്തല്ലോ. അന്നേരം ഈ 4 എൻഡ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 4 സൈഡും ഫോൾഡ് ആയി കാണും. അന്നേരം നമുക്ക് ഈ സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ബാക്ക് എടുക്കണം. ഇതിൻ്റെ ഇങ്ങനെ ബാക്ക് എടുത്തിട്ട് ഇങ്ങനെ 2 ആക്കണം. ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ഞാൻ നടുക്കോ ലൈൻ കാണും. അവിടെ വെച്ച് നമ്മൾ ഇത് നേരത്തെ ഇതുകൂട്ട് ഫോൾഡ് ചെയ്യണം. ഈ സൈഡും ചെയ്യണം, ഈ സൈഡും ചെയ്യണം. ചെയ്തതിന് ശേഷം ഈ 2 ഗ്യാപ്പും കാണും, ഇവിടെയും ഗ്യാപ്പ് കാണും. അത് നമുക്ക് ഈ സൈഡ് ആണെങ്കിലും എടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് അങ്ങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എൻഡിങ് ഇവിടുന്ന് ഇങ്ങനെ ഒരു പ്രസ്സും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ്. ഇതുകൊണ്ട് നമുക്ക് 6 പീസ് ഉണ്ടാക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ 5 പീസ് ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ 6 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അന്നേരം ഇതിനകത്ത് വന്ന് ഇഷ്ടപ്പെട്ട 2 കളർ ചൂസ് ചെയ്യണം. ചൂസ് ചെയ്തിട്ട് ഈ 2 കളറിനെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി വന്ന പീസസ് ആണ്, അത് നമ്മൾ 2 എണ്ണത്തിൻ്റെ എടുക്കണം. എടുത്തിട്ട് അത് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് എന്ന് പറയുമ്പോൾ ഓവർ ചെറുതാക്കല്. ഇങ്ങനെ 2 ആക്കി ഇങ്ങനെ 3 ആക്കി 2 ഫോൾഡ് മീൻസ് 1 പിന്നെ 2 ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ നീല കളറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കളറിൻ്റെയാണ് ഈ കളർ. അന്നേരം ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഗ്യാപ്പ് കാണും. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മളിത് വെച്ച് കൊടുക്കണം. വെക്കുന്ന ഇച്ചിരി കുഴപ്പമാണെങ്കിൽ ലാസ്റ്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. വെക്കുന്ന ഇച്ചിരി ടാസ്ക്കാണ്, എന്നാലും നമ്മൾക്ക് എളുപ്പമാണ്. വേണ്ട എൻ്റെ ഈ റിസൾട്ട് ഇങ്ങനെ വരും. അതുകൊണ്ട് നമുക്ക് ഇത് മൊത്തം ഇങ്ങനെ ചെയ്യണം. അങ്ങനെ നമ്മൾ 6 എണ്ണത്തിനും ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അടി വയ്ക്കാൻ നമ്മൾ ഇതുകൂട്ടത്തെ ഷീറ്റ് എടുക്കുന്നില്ല, കട്ടിയുള്ള പേപ്പർ എടുക്കണം. എന്നാലേ നല്ല വെയിറ്റ് ഉണ്ടെങ്കിലും ഇരിക്കത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ നടുക്ക് വന്നേക്കുന്ന കളറായിരിക്കും ഓപ്പോസിറ്റ് സൈഡ് കയറേണ്ടത്. അതുകൊണ്ട് നമ്മൾ സൈഡിലായിട്ട് വേറെ കളറായിരിക്കും വെക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ എഴുതി നമുക്ക് ഇതൊരു ഗമ്മൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം.
നമ്മൾ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഈ ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, ഈ സൈഡിലായിട്ട് നമുക്ക് തേച്ചെടുക്കാം. തേച്ചതിന് ശേഷം അതിൻ്റെ സൈഡിൽ വെക്കാനുള്ള ഇതെടുത്ത് ഇങ്ങോട്ട് ഒട്ടിക്കുക. ഇതിൻ്റെ ഉള്ളിലുള്ള ഗ്യാപ്പിൽ നമ്മളിങ്ങനെ വെച്ച് പ്രസ് ചെയ്തൊന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടുത്ത് ഇതിൻ്റെ മണ്ടയ്ക്ക് ഗം വയ്ക്കണം. അങ്ങനെ നമുക്ക് 6 സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടി നമുക്ക് ഇത് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ സൈഡിലായിരിക്കും നമ്മൾ ഗം വെച്ച് ഒട്ടിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ ഗം വെച്ച് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ മാറ്റി വെച്ചിട്ട് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ചിലവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ വെച്ച് ഇവിടെ കട്ട് ചെയ്ത് ഇതിങ്ങനെ എടുക്കാവുന്നതാണ്. ബാക്കി കുറച്ചും കൂടി ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഫ്ലവർ വയ്ക്കാവുന്നതാണ്. സൈഡിൽ ഫ്ലവർ ഒന്നും വേണ്ടാത്തവർക്ക് ഇങ്ങനെ വെച്ച് ഇവിടെ കട്ട് ചെയ്ത് പശയൊക്കെ തേച്ച് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അല്ല ഫ്ലവറൊക്കെ വേണ്ടവരാണെങ്കിൽ ഫ്ലവർ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ കത്രിക വെച്ച് ഇതൊന്ന് കട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് ഫ്ലവർ സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ അകത്ത് വെച്ചേക്കുന്ന കളറില്ലയോ, ഇതിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ കളറിൻ്റെ വേണം പൂ ഉണ്ടാക്കാൻ. അതിനായിട്ടുള്ള നമുക്ക് കളർ പേപ്പർ എടുക്കാം. ഇനി നമ്മൾ കോമ്പസ് വെച്ച് റൗണ്ട് എടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ എടുത്ത എല്ലാ പേപ്പറിലും റൗണ്ട് എടുക്കണം. ഇത് നമ്മൾ നടുക്ക് വയ്ക്കുന്ന പേപ്പർ ആയതുകൊണ്ട് ഇനി നമുക്ക് വലിയ പൂവായിരിക്കും വേണ്ടത്. കണ്ടോ, ഇതുകൂട്ട് നമുക്ക് ഒന്നും കൂടെ വലുതെടുക്കണം. ബാക്കിയെല്ലാം നമുക്ക് ചെറുതായാലും കുഴപ്പമില്ല. ഇതിനകത്തൊക്കെ നമ്മൾ കൊച്ചു റൗണ്ടാണ് എടുക്കുന്നത്. ബാക്കി ഈ സൈഡ് ബാക്കി പേപ്പറെല്ലാം നമുക്ക് അടുത്ത ഏതെങ്കിലും വർക്കിനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതിനകത്തൊക്കെ കൊച്ചു റൗണ്ട് വെച്ചെടുക്കാം. ഇനി നമുക്ക് ഈ സർക്കിൾ കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കിയുള്ള എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ പൂവിനായിട്ടുള്ള തണ്ടുണ്ടാക്കാനായിട്ട് ഒരു പെൻസിൽ വെച്ച് ഇതൊന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു. അങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്തിരിക്കുന്നു. ഇനി നമുക്കിതൊന്ന് ഗം വെച്ചെടുക്കാം. അങ്ങനെ നമ്മളിത് പശ വെച്ചെടുത്തിരിക്കുന്നു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒട്ടാനായിട്ട് കുറച്ച് നേരം വെച്ചേക്കാം. അങ്ങനെ നമ്മൾ റോൾ ചെയ്ത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അന്നേരം അതിനകത്തോട്ട് നമ്മളിത് വെച്ച് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓവറാവില് കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് വെളിയിലോട്ട് വളച്ച് വയ്ക്കാം. കാരണം നമുക്ക് മണ്ടയ്ക്ക് ഫ്ലവർ വയ്ക്കാൻ നേരത്തെ ഒരു ഗ്രിപ്പ് ഉണ്ടാവണം. അത് ഇതെല്ലാം നമ്മൾ ഈ സൈഡിൽ വെക്കാനുള്ള ഫ്ലവറിന് വേണ്ടിയിട്ടാണ്. വലുത് നമുക്ക് ഏറ്റവും മണ്ടയ്ക്ക് വെക്കാനുള്ള ഫ്ലവറിന്. അത് ഞാൻ ഈ 2 കളറാണ് എടുത്തേക്കുന്നത്. ആദ്യമേ നമുക്ക് താഴെ വയ്ക്കാനുള്ള ഫ്ലവർ വയ്ക്കാം. ഫ്ലവർ എടുത്ത് കത്രിക വെച്ച് നമുക്ക് ആദ്യമേ ചെറുതീന് ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യുന്നതാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടി എന്ന് പറയുന്നത്. റോൾ ചെയ്യുന്ന ഈ കമ്മലുണ്ടാക്കുന്നവർക്കൊക്കെ ഈ റോൾ ചെയ്യുന്ന മിഷൻ കാണും, ഉണ്ടെങ്കിൽ എളുപ്പമാണ്. നമ്മുടെ അതൊന്നും ഇല്ല, നമ്മൾ കൈവച്ച് ഇങ്ങനെ ചെയ്യും.
അങ്ങനെ നമ്മൾ കൊച്ചൊരു ഫ്ലവർ ഉണ്ടാക്കി എടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ഗം വെച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഗം വെച്ച് ഇതൊന്ന് ഒട്ടാനായിട്ട് വെച്ചിരിക്കുന്നു. ഇപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഫ്ലവർ ഉണ്ടാക്കാം. നമുക്കിനി ഇതെല്ലാം ഒട്ടിച്ചെടുക്കാം. അവിടെ ഇങ്ങനെ നമുക്ക് നീല ഒട്ടിച്ചു കൊടുക്കാം. ഇത് എനിക്കെല്ലാം സഹായിച്ചു തന്നിട്ട് ചേച്ചി കേട്ടോ, ഫോണെല്ലാം പിടിക്കുന്നു. ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ തന്നെ കളർ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ തന്നെ കളറായ പച്ച ഒട്ടിച്ചു കൊടുക്കാം. പച്ച കളറിലെ പൂവൊന്നും ഇല്ല, എന്നാലും നമ്മൾ പേപ്പർ ആയതുകൊണ്ട് പച്ച കളർ വരെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരാ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും കൂടെ അമർത്തി കൊടുക്കുക. അങ്ങനെ നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് കാണാൻ അടിപൊളിയാണ്, സെറ്റാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പായിരിക്കും. കളർ പേപ്പറിൻ്റെ ആവശ്യം മാത്രമേ നിങ്ങൾക്കുള്ളൂ. അത് ഇതുപോലെ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് പെന്നും പെൻസിലും സ്കെച്ചും ഒക്കെ ഇട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ.